ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, കർത്തൃവചനത്തിൽ പ്രതിപാദിക്കുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഈ പങ്ക്തിയിലൂടെ ശ്രവിക്കുകയുണ്ടായി. ദൈവവചനം നമ്മോട് എന്ത് സംസാരിക്കുന്നു? നമ്മുടെ ജീവിതത്തോട് ദൈവം ഇടപെടുന്നതാണ് തിരുവചന പഠന ഭാഗങ്ങൾ. മനുഷ്യജീവിതത്തിൽ ദൈവസന്നിധി നിലവിളിച്ചിട്ടില്ലാത്ത ആരും ഉണ്ടാവില്ല. ദൈവമില്ല എന്ന് പറയുന്നവനും ഈ നിലവിളി ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിലെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലാണ് നിലവിളിക്കുന്നത്. കർത്തൃസന്നിധി നിലവിളിച്ചിട്ടുള്ള ചിലരുടെ നിലവിളി സാധാരണ ഒരു പരസ്യത്തിൽ കാണുന്ന പോലെ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഒരു വിഷയമുണ്ട്. പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. എല്ലാ വിഷയവും അതുപോലെ പരിഹരിക്കപ്പെടണമെന്നില്ല. എങ്കിലും കർത്തൃസന്നിധിയെ നിലവിളിക്കാം. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പരിശോധിച്ചാൽ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ വിവിധങ്ങളായ വിഷയങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചിട്ടവരുള്ള ചിത്രം കാണാം. അപ്രകാരം നിലവിളിച്ചിട്ടുള്ള ചിലരുടെ ചിത്രങ്ങളാണ് ഇന്നത്തെ വചനത്തിലൂടെ നാം പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്, ആത്മാർത്ഥമായ ചില നിലവിളികൾ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാം വാക്യം. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിൻ്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന്, യാക്കോബ് എന്നവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. വേദപുസ്തകത്തിലെ വളരെ പ്രസിദ്ധമായ ധാരാളം അധ്യായങ്ങൾ വേർതിരിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് യാക്കോബ്. യാക്കോബ്, ജോസഫ് തുടങ്ങിയവരെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ധാരാളം അധ്യായങ്ങളാണ് തിരുവചനത്തിലുള്ളത്. അതിൽ യാക്കോബിൻ്റെ സംഭവബഹുലമായ കഥകളിൽ, സംഭവബഹുലമായ ജീവിതത്തിൽ ആദ്യത്തെ സംഭവങ്ങളെല്ലാം അവൻ്റെ അപ്പനെ കളിപ്പിച്ചതും, ആടിൻ്റെ രോമമുള്ള കുപ്പായം ധരിപ്പിച്ച് കണ്ണു കാണാൻ മേലാത്ത അപ്പനെ പറ്റിച്ചതും, പയറുപായസം കൊടുത്തിട്ട് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തതും എല്ലാം നമുക്ക് വളരെ പരിചിതമായ സംഭവങ്ങളാണ്. എന്നാൽ അതെല്ലാം കഴിഞ്ഞു. അവനിപ്പോൾ അവിടെ നിന്ന് പോയി. ഇതെല്ലാം സംഭവിച്ചു. സ്ഥലവും കിട്ടി, ജ്യേഷ്ഠാവകാശവും കിട്ടി. പക്ഷേ പിടിച്ചെടുത്ത സ്ഥലത്ത് താമസിക്കാൻ അവന് പറ്റിയില്ല. അവൻ അവിടെ വന്ന് സഹോദരൻ കൊല്ലുമെന്ന് പേടിച്ച് ഓടി. അങ്ങനെ പോയി പാർക്കുന്ന നാളിൽ ഇപ്പോൾ അവൻ ഈ അധ്യായത്തിൽ വായിച്ചു നോക്കിയാൽ അറിയാം, 22-ാം വാക്യം മുതൽ, ആ രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തൻ്റെ ഭാര്യമാരെയും 2 ദാസികളെയും 11 പുത്രന്മാരെയും കൂട്ടി യബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. ഈ വേദഭാഗങ്ങൾ വേദപഠിതാക്കൾക്ക് പരിചിതമാണ്. അവൻ ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് യബോക്ക് കടവിൽ അവരെല്ലാം ആറിനക്കരെ കടത്തി. ഇപ്പോൾ അവൻ ഒറ്റയ്ക്ക് ശേഷിച്ചു. ദൈവദൂതനുമായി ഉള്ള സംഭാഷണവും മൽപ്പിടുത്തവുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പറയുന്നത്, ദൂതൻ അവൻ്റെ തുടയുടെ തടം തൊട്ടപ്പോൾ അത് ഉളുക്കി. അവനൊരു നിലവിളി, ആത്മാർത്ഥമായ ഒന്നാമത്തെ നിലവിളി ഇതാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അനുഗ്രഹം വേണ്ടാത്ത ഏത് മനുഷ്യനാണ് ലോകത്തിലുള്ളത്? ജ്യേഷ്ഠനെ കളിപ്പിച്ചതാണ്, അവനും അനുഗ്രഹം ആവശ്യമുണ്ട്. അപ്പനെ കണ്ണു കാണാൻ വയ്യാത്ത അപ്പനെ പറ്റിച്ചതാണ്,
അങ്ങനെയുള്ളവർക്കും അനുഗ്രഹം ആവശ്യമുണ്ട്. അവനൊക്കെ അതിനെല്ലാം പറയാനുള്ള ന്യായങ്ങളും ഉണ്ടാവാം. ന്യായവും അന്യായവും ഒന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ അവൻ്റെ ആഴമായ നിലവിളി ഇതാണ്: നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ വചനം കേൾക്കുന്ന സ്നേഹിത, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കുറവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടാവാം, ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടാവാം, അരുതാത്തതൊക്കെ ചിലത് ചെയ്തിട്ടുണ്ടാവാം, അരുതാത്തത് പലതും പറഞ്ഞിട്ടുണ്ടാവാം, നിൻ്റെ സഹോദരനോട് ചെയ്യരുതാത്തത് ചെയ്തിട്ടുണ്ടാവാം, നിൻ്റെ അപ്പനോടും അമ്മയോടും പറയരുതാത്തതും ചെയ്യരുതാത്തതും ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ധാരാളം കുറവുകളുണ്ടാവാം. എങ്കിലും നിനക്ക് അനുഗ്രഹം ആവശ്യമുണ്ട്. ആ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള നിലവിളിയാണ് ഇവിടെ കാണുന്നത്. പലരുടെയും വിചാരം ആ നിലവിളി ശക്തമായതുകൊണ്ടാണ് അവനെ അനുഗ്രഹിച്ചത് എന്നാണ്. എന്നാൽ അതിലുപരിയായ ഒരു പാഠം അവിടെയുണ്ട്. അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ പലപ്പോഴും കേൾക്കാം. പ്രാർത്ഥന യോഗങ്ങളിലും ഉപവാസ യോഗങ്ങളിലും ധ്യാന യോഗങ്ങളിലൊക്കെ വാചാലമായി നിലവിളിക്ക് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല എന്ന് നിലവിളിക്കുന്ന നിലവിളികൾ കേൾക്കാം. ആ മൈക്കിൻ്റെ വോളിയം കൊണ്ടുള്ള ശബ്ദം കൊണ്ടല്ല നിനക്ക് അനുഗ്രഹം കിട്ടുന്നത്. അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല എന്നുള്ള ശബ്ദത്തിൻ്റെ വോളിയം കൊണ്ടല്ല നിനക്ക് അനുഗ്രഹം കിട്ടുന്നത്. എല്ലാവരും ഇവിടെ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ടല്ല അനുഗ്രഹം കിട്ടുന്നത്. സൗണ്ട് കൂട്ടിവെക്കുന്ന മൈക്കിൻ്റെ ശബ്ദം കൊണ്ടല്ല നിനക്ക് അനുഗ്രഹം കിട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് അനുഗ്രഹം കിട്ടുന്നത്? അനുഗ്രഹം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് ദൈവദൂതൻ അവനോട് ചോദ്യം ചോദിച്ചു: നിൻ്റെ പേരെന്താണ്? ഇത്രയും നേരം മൽപ്പിടുത്തം പിടിച്ചിട്ടും പേര് മനസ്സിലായില്ലേ? നമ്മൾ തമ്മിൽ ഇത്രയും നേരം അഭിമുഖം നിന്നിട്ടും പേരെന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ലേ? ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ടും എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇത്രയും നേരം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിട്ടും എന്നെ മനസ്സിലായില്ലേ? എന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും അറിയാമല്ലോ, എന്നിട്ട് നിനക്ക് മാത്രം എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഏതൊക്കെ പദവിയുള്ള ആളാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് എന്തൊക്കെ സ്ഥാനമുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ എന്ത് ചോദ്യമാണ് ഈ ചോദ്യം? നിൻ്റെ പേരെന്താണ്? ഈ ചോദ്യത്തിനൊരു ആത്മീയ അർത്ഥമുണ്ട് സ്നേഹിതരെ. ഒരു സമയത്ത് കണ്ണു കാണാൻ വയ്യാത്ത ഇവൻ്റെ അപ്പൻ്റെ മുമ്പിൽ ഇവൻ ആടിൻ്റെ രോമമുള്ള കുപ്പായം ധരിച്ച് കടന്നു ചെന്നപ്പോൾ അപ്പാ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അന്ന് വിളിച്ചു. അനുഗ്രഹം കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ അപ്പൻ ചോദിച്ചു: നീ ആരാണ് മോനെ? നിൻ്റെ ശരീരമൊക്കെ നോക്കിയിട്ട് യേശാവിനെ പോലെയും നിൻ്റെ ശബ്ദം യാക്കോബിനെ പോലെയാണല്ലോ. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത്, കണ്ണ് കാണാൻ വയ്യാത്തപ്പൻ, നീ ആരാണ്? അവൻ പറഞ്ഞു, ഞാൻ നിൻ്റെ മൂത്ത മകനായ യേശാവാണ്. ഓ, അങ്ങനെ അവൻ്റെ സ്വന്തം അപ്പനെ പറ്റിച്ച് കബളിപ്പിച്ച് അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോയവനാണ് ഈ യാക്കോബ്. ഇപ്പോൾ അവൻ വന്നിട്ടുള്ളത് നിലവിളിയോടെ നിലവിളിയാണ്: എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല. തനക്ക് അനുഗ്രഹം തരുന്നതിന് മുമ്പ് ഈ ചോദ്യത്തിന് ഉത്തരം പറയണം. നീ ആരാണ്? നീ യേശാവാണോ യാക്കോബാണോ? എൻ്റെ പേര് യാക്കോബ് എന്നാണ്. യാക്കോബ് മീൻസ് സൂത്രശാലി, വഞ്ചകൻ, ഉപായി എന്നൊക്കെ അർത്ഥം. നീ ഉപായിയാണെന്ന് സമ്മതിച്ചോ? അതെ. നീ വഞ്ചകനാണെന്ന് സമ്മതിച്ചോ? അതെ. നീ കുറവുള്ളവനാണെന്ന് സമ്മതിച്ചോ? അതെ. കണ്ണ് കാണാൻ വയ്യാത്ത അപ്പൻ്റെ മുമ്പിലല്ല, കാണാവുന്ന അപ്പൻ്റെ മുമ്പാകാണ് നിൽക്കുന്നത്. നീ ആരാണെന്നുള്ള സത്യം ഏറ്റുപറഞ്ഞപ്പോഴാണ് അവനോട് പറഞ്ഞു, ഇനി മുതൽ നിൻ്റെ പേർ ഉപായി എന്നല്ല, ഇസ്രായേൽ എന്നായിരിക്കും. ഇസ്രായേൽ മീൻസ് സോൾജിയർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സേനാപതി ആയിരിക്കും.
അങ്ങനെയാണ് അവന് അനുഗ്രഹം ലഭിച്ചത്. സ്നേഹിതരെ, ആത്മാർത്ഥമായ നിലവിളികളിൽ പ്രസിദ്ധമായ ഒന്നാമത്തെ നിലവിളി യാക്കോബിൻ്റെ നിലവിളിയാണ്, അനുഗ്രഹത്തിനായുള്ള നിലവിളി. നമ്മുടെ നിലവിളികൾ ദൈവം കേൾക്കണമെങ്കിൽ നമ്മുടെ ശബ്ദത്തിൻ്റെ വലിപ്പത്തിലല്ല, മൈക്കിൻ്റെ ഓളിയത്തിലല്ല, ആളുകളുടെ അട്ടഹാസത്തിലല്ല, ജനങ്ങളുടെ ആർപ്പുവിളിയിലല്ല, അതിലുപരിയായി സത്യസന്ധമായ ഏറ്റുപറച്ചിലിലാണ് നിനക്ക് അനുഗ്രഹം ലഭിക്കുന്നതെന്ന് സത്യം തിരിച്ചറിയണം. കർത്താവേ, എനിക്ക് കുറവുകൾ പറ്റിപ്പോയി, ഞാൻ ബലഹീനതയുള്ള ആളാണ്, ഞാൻ പോരായ്മയുള്ള ആളാണ്, എൻ്റെ അപ്പനെ കബളിപ്പിച്ചയാളാണ്, എൻ്റെ സഹോദരനെ ഞാൻ താൽക്കാലിക ആദായത്തിന് വേണ്ടി വില പറഞ്ഞവനാണ് ഞാൻ, ഈ ക്ഷമിക്കണേ എന്നുള്ള ആ ക്ഷമാപനത്തോടെയുള്ള നിലവിളിയാണ് ദൈവം സ്വീകരിക്കുന്നത് എന്ന സത്യം ഏറ്റുപറയുക. ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഇപ്രകാരമുള്ള കുറവുകൾ ഏറ്റുപറഞ്ഞുള്ള നിലവിളിയാണ് ആശ്വാസം ലഭിക്കാൻ സഹായിക്കുന്നത്. ഇതാണ് ആത്മാർത്ഥമായ ഒന്നാമത്തെ നിലവിളി, യാക്കോബിൻ്റെ സഹായത്തിനായിട്ടുള്ള യാക്കോബിൻ്റെ നിലവിളി, അനുഗ്രഹത്തിനായിട്ടുള്ള നിലവിളി. രണ്ടാമത്തെ പ്രസിദ്ധമായ നിലവിളി പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 31-32 വാക്യങ്ങൾ. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞതെന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. മോശയുടെ നിലവിളിയാണ് പ്രസിദ്ധമായ രണ്ടാമത്തെ വിളി. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാപം ചെയ്തു, പൊന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. ഇവിടുത്തെ അർത്ഥം വളരെ പ്രയാസത്തോടെ, വളരെ ഉപവാസത്തോടെ, 40 ദിവസത്തെ കാത്തിരിപ്പോടുകൂടെ ദൈവപുരുഷനായ മോശ കർത്താവിൻ്റെ സന്നിധിയിൽ കയറിപ്പോയി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് നിലവിളിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളും വാങ്ങി തിരിച്ചു വരുമ്പോൾ ഇവിടെ നിന്ന് ജനം പറഞ്ഞു, മോശയെ കണ്ടില്ല, ഞങ്ങൾക്ക് ആരാധിക്കാൻ ആളില്ല. ഇവിടെ നിന്നവൻ അവൻ്റെ കുണുക്കുകളും മാലയും കമ്മലുമെല്ലാം പറിച്ച് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനു മുമ്പിൽ ചാടിക്കളിച്ച് പ്രാർത്ഥിച്ചു. മോശ കടന്നു വരുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് പാടുപെട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചനയും വാങ്ങിക്കൊണ്ട് താഴേക്ക് വന്നപ്പോൾ തൻ്റെ ജനം കാണിച്ച ഈ അവസ്ഥ കണ്ടിട്ട് വേദനയോട് മോശ ചെന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്നു, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. മോശ ഇസ്രായേൽ ജനത്തിൻ്റെ അപരാധത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. പ്രിയപ്പെട്ട സ്നേഹിതരെ, നമ്മളൊന്നും ഒരു പക്ഷേ ഇന്ന് അപ്രകാരമുള്ളൊരു വിഗ്രഹമൊന്നും ഉണ്ടാക്കുന്നില്ലായിരിക്കാം. എന്താണ് ഐഡൽ? എന്താണ് വിഗ്രഹം? പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കുന്ന ഒരു പ്രതിമ മാത്രമല്ല വിഗ്രഹം. ദൈവത്തിൻ്റെ സ്ഥാനത്ത്, ജീവനുള്ള ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ഏതിനെ പ്രതിഷ്ഠിച്ചാലും അതെല്ലാം വിഗ്രഹങ്ങളാണ്. ആ വിഗ്രഹങ്ങൾക്കൊന്നും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് വേറെ പലതിനെയും നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ്. ഇതാണ് മോശ നിലവിളിച്ച് എന്ന് പറഞ്ഞു, കർത്താവേ, അവർ ചെയ്ത അപരാധം പൊറുക്കണേ, ഇല്ലെങ്കിൽ നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരങ്ങ് മായ്ച്ചു കളയണേ. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ മോശയുടെ നിലവിളി അതാണ്, ജനത്തിൻ്റെ അപരാധങ്ങൾക്ക് വേണ്ടിയുള്ള നിലവിളി. അതാണ് ഒരു പുരോഹിതൻ്റെ പ്രധാനമായ ശുശ്രൂഷ. ജനത്തെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുകയാണ് ശുശ്രൂഷ.
ജനം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയാൽ അവർക്ക് വേണ്ടി നിലവിളിക്കുകയാണ് ശുശ്രൂഷ. അതാണ് പ്രധാന ശുശ്രൂഷ. ജനത്തെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാനും ജനം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയാൽ അത് ഏറ്റുപറഞ്ഞ് നിലവിളിക്കാനും അവരുടെ പാപം ഏറ്റെടുക്കാനുമുള്ള ശുശ്രൂഷ. അതാണ് മോശയുടെ നിലവിളി. അതാണൊരു ലീഡറുടെ നിലവിളി. അതാണൊരു ദൈവപുരുഷൻ്റെ നിലവിളി. അതാണൊരു യഥാർത്ഥ പുരോഹിതൻ്റെ നിലവിളി. അതാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നാം വേറെ ആരെ നിർത്തിയാലും അത് ഐഡലാണ്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് വിശുദ്ധന്മാരില്ല. ചിലരെങ്കിലും ചോദിച്ചേക്കാം, ചില സഭാംഗങ്ങളിലൊക്കെ പരിശുദ്ധന്മാർ, വിശുദ്ധന്മാർ, അവരെയൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം. അതൊന്നും ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല, ദൈവത്തിന് സബ്സ്റ്റിറ്റ്യൂട്ടല്ല. ആരെങ്കിലും അറിവ് കുറവുകൊണ്ട് ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നെങ്കിൽ അത് പാപമാണ്. അത് ഏറ്റുപറയാനും പറഞ്ഞു കൊടുക്കാനുള്ള ചുമതല നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് അവരുടെ അപരാധങ്ങൾക്കെതിരായി മോശയുടെ നിലവിളിയാണ് ജനത്തിന് വേണ്ടിയുള്ള നിലവിളി. ജനത്തെ നേർവഴിക്ക് നയിക്കാൻ, നിൻ്റെ ജനത്തിന് ആവശ്യമുള്ള നേർവഴി ഉപദേശിക്കാനുള്ള ശുശ്രൂഷ. മോശയുടെ നിലവിളി അതാണ്. ഇസ്രായേൽ ജനത്തിന് വേണ്ടിയുള്ള നിലവിളിയാണ്. മൂന്നാമത്, ആത്മാർത്ഥമായ മൂന്നാമത്തെ ഒരു നിലവിളി 51 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 51 സങ്കീർത്തനം വളരെ പ്രസിദ്ധമാണ്. അതിൻ്റെ പശ്ചാത്തലം മിക്കവാറും ആത്മീയ ജീവിതം നയിക്കുന്നവർക്ക്, ആത്മീയ കാര്യങ്ങൾ പരിചിന്തനം ചെയ്യുന്നവർക്കൊക്കെ പരിചിതമാണ്. ദൈവപുരുഷനായ ദാവീദ് അത്ഭുതകരമായി ദൈവത്തിൻ്റെ കരുതൽ നേടിയ ആളാണ്. ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലത്തു നിന്ന് സാധ്യത നേടിയ ആളാണ്. രാജാവാകാൻ ഒരു സാധ്യതയില്ലാത്തവൻ രാജാവായവനാണ്. അവൻ്റെ അപ്പൻ്റെ മക്കളിൽ ഏറ്റവും എഴുതിത്തള്ളാൻ പോയവനാണിവൻ. പക്ഷേ അങ്ങനെ ദൈവത്തിൽ നിന്ന് അത്ഭുത കാര്യങ്ങൾ നേടിയ അവൻ രാജാവായപ്പോൾ ഉണ്ടായ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമാണ് ഊരിയാവിൻ്റെ ഭാര്യയെ അവരോട് ചെയ്ത അപരാധവും ആ കുടുംബത്തോട് ചെയ്ത അപരാധവും. ദൈവപുരുഷനായൊരു മനുഷ്യൻ ഒരു ദിവസം കടന്നു ചെന്ന് അവനെ ബോധ്യപ്പെടുത്തിയത്, നിൻ്റെ രാജ്യത്തെ ഒരു മനുഷ്യൻ നിവൃത്തിയില്ലാത്ത ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിലെ കുഞ്ഞാടിനെ അവൻ്റെ വിരുന്നുകാർ വന്നപ്പോൾ അവർക്ക് വേണ്ടി പാവപ്പെട്ടവൻ്റെ വീട്ടിലെ കുഞ്ഞാടിനെ അറുത്ത് ഭക്ഷണം കൊടുത്തു. ധനവാനായവൻ്റെ വീട്ടിൽ ധാരാളം ആടുമാടുകളുണ്ടായിട്ടും അതിനെ അറുക്കാതെ. ഈ സംഭവം കേട്ടപ്പോൾ രാജാവ് സിംഹാസനത്തിൽ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ആരാണവൻ? അങ്ങനെ ചെയ്തവൻ മരിക്കണം. കടന്നു ചെന്ന ദൈവപുരുഷൻ മുഖത്ത് നോക്കി പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ആർജവമുള്ള ദൈവപുരുഷന്മാരുടെ കുറവാണ് ഇന്ന് ലോകത്തിലുള്ളത്. തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനുള്ള ദൈവപുരുഷന്മാരുടെ കുറവ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവാം. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ദൈവമേൽപ്പിച്ച പ്രവാചക ദൗത്യം ഇന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രവാചക ശബ്ദം ഇന്നില്ലാതെയായി പോവുകയാണ്. ജനത്തിൻ്റെ പ്രീതിയും നേതാക്കന്മാരുടെ പ്രീതിയും മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു ആത്മീയ ശുശ്രൂഷയിലൂടെ നമ്മൾ അധപ്പതിച്ചു പോവുകയാണ്. ആ മനുഷ്യൻ നീ തന്നെയാണ് എന്ന് പറഞ്ഞ നാഥാൻ പ്രവാചകൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആദ്യമേ ജഡ്ജ്മെൻറ്റ് പറഞ്ഞതാണ്, അങ്ങനെയുള്ളവൻ മരിക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിയമമനുസരിച്ച് അവൻ്റെ മുമ്പിലുള്ളത് മരണം മാത്രമാണ്. എന്നാൽ ഈ സത്യം കേട്ടപ്പോൾ പറഞ്ഞവനെ കൊന്നില്ല. ഇന്നായിരുന്നെങ്കിൽ അത് പറഞ്ഞവനെ കൽത്തുറങ്കിൽ അടച്ചേനെ, പറഞ്ഞവനെ കൈവെട്ടിയേനെ, അത് പറഞ്ഞവനെ നിഷ്കാസനം ചെയ്തേനെ, അത് പറഞ്ഞവനെ വെല്ലുവിളിച്ചേനെ. പക്ഷേ
ദൈവാത്മാവ് ഉള്ളിലുണ്ടായിരുന്ന മനുഷ്യൻ പറഞ്ഞു, അവൻ തൻ്റെ രാജകീയ വസ്ത്രങ്ങൾ മാറ്റിവെച്ചിട്ട് അവൻ്റെ അട്ടിലും വണ്ണീറിലും ഇരുന്ന് നിലവിളിച്ച നിലവിളിയാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വത്തിന് പ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എല്ലാ ക്രൈസ്തവ ആരാധനകളിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം. അത് വലിയ ഒരു നിലവിളിയാണ്. ഇത് അനുതാപത്തിൻ്റെ നിലവിളിയാണ്, അനുതാപത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. തിരുവചനത്തിൽ പറയുന്ന എക്കാലവും ഇന്നും എല്ലാ ആരാധനയിലും ഉപയോഗിക്കുന്ന ശബ്ദമാണ് 51-ാം സങ്കീർത്തനം. ഇത് കഴുകപ്പെടാനുള്ള ദാവീദിൻ്റെ നിലവിളിയാണ്. ഈ നിലവിളി നമുക്കെല്ലാവർക്കും എന്നും ആവശ്യമുള്ളതാണ്. കഴുകപ്പെടാൻ, ശുദ്ധീകരിക്കപ്പെടാൻ. കർത്താവേ, ഞാൻ ജീവിക്കാൻ അർഹതയുള്ള ആളല്ല, എൻ്റെ കുറവുകൾ വളരെ വലുതാണ്. പക്ഷേ നിൻ്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിൻ്റെ കൃപ മാത്രമാണ് ഞങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം. ഞങ്ങളുടെ പാപങ്ങൾ വളരെ വലുതാണ്. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, തിരുസന്നിധിയിൽ ഞാൻ കുറവുകൾ ചെയ്തു. ഇതാണ് തിരുവചനത്തിൽ പറയുന്ന പ്രസിദ്ധമായ 3-ാമത്തെ നിലവിളി. 1, യാക്കോബ് അനുഗ്രഹത്തിനായി യബ്ബോക്കടവിൽ ചെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന. 2, മോശ തൻ്റെ ഇസ്രായേൽ ജനം അപരാധം ചെയ്തതിന് പരിഹാരമായി നിലവിളിച്ച നിലവിളി. 3, ദാവീദ് കഴുകപ്പെടാൻ വേണ്ടി നിലവിളിച്ച നിലവിളി. 4, 1 രാജാക്കന്മാർ 3-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാൻ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തിക്കുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിൻ്റെ ജനത്തിൻ്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണേ. അതുകൂടാതെ നിൻ്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ദൈവപുരുഷനായ ശലോമോൻ അവനെ രാജാവായി തിരഞ്ഞെടുത്തപ്പോൾ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നിലവിളിയാണിത്. കർത്താവേ, എന്നെ ഒരു വലിയ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ചെയ്യാൻ എനിക്ക് കഴിവില്ല, അത് ചെയ്യാൻ എനിക്ക് ശക്തിയില്ല. ഈ പെരുപ്പമുള്ള ജനത്തെ ന്യായപാലനം ചെയ്യാനുള്ള കഴിവെനിക്കില്ല. ഈ ജനത്തെ നയിക്കാനുള്ള വിവേകവും ജ്ഞാനവും എനിക്ക് നീ ദാനം ചെയ്യണമേ. അതിനുള്ള നിലവിളിയാണ്. പ്രിയപ്പെട്ട സ്നേഹിതരെ, നമുക്കൊക്കെ ജീവിതത്തിൽ പല ഉത്തരവാദിത്തങ്ങളുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനൊരു ഉത്തരവാദിത്തമുണ്ട്. കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരു ഓഫീസിൽ ജോലി കിട്ടുമ്പോൾ അത് ഭംഗിയായി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഒരു സഭയിലെ ഇടയന് ഈ ജനത്തെ ഭംഗിയായി കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അത് കൊണ്ടുപോകാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് നടക്കാത്ത, നമ്മുടെ കഴിവുകൾ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ദൈവമേ, ഈ ജനത്തിന് ഭംഗിയായി ന്യായപാലനം ചെയ്യാനുള്ള വിവേകവും ജ്ഞാനവും ദാനം ചെയ്യണമേ എന്ന നിലവിളി. ഇതാണ് നമുക്കോരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള കൃപയ്ക്കായിട്ടുള്ള നിലവിളി. ഈ നിലവിളി എല്ലായ്പ്പോഴും എല്ലാവർക്കും ആവശ്യമാണ്. വലിയ പണിയൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്ന വാർദ്ധക്യത്തിരിക്കുന്നവർക്കും, കർത്താവേ, ഈ വാർദ്ധക്യകാലത്ത് ഈ ശേഷിക്കുന്ന ജീവിതം ഭംഗിയായി കൊണ്ടുപോകാനുള്ള കൃപ തരണേ. എൻ്റെ കുഞ്ഞുങ്ങളെ ഭംഗിയായി കൊണ്ടുപോകാനുള്ള കൃപ തരണേ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ഭംഗിയായി ചെയ്യാനുള്ള കൃപ തരണേ. ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള കൃപ തരണേ. ഈ ഒരു നിലവിളിയാണ് ശലോമോൻ്റെ നിലവിളി. അതുകൊണ്ടാണ് അവനെ ജ്ഞാനികളിൽ ജ്ഞാനിയാക്കിയത്. അങ്ങനെയാണ്. ആ ജ്ഞാനം ഉയരത്തുനിന്ന് കിട്ടിയ ജ്ഞാനമാണ്. ജീവിതത്തിൻ്റെ മറുഭാഗത്ത്
പിന്നീടുള്ള കാലങ്ങളിൽ അതിലൊക്കെ അവൻ തന്നെ വ്യത്യസ്തപ്പെടുത്തി കളഞ്ഞു, അത് വേറെ കാര്യം. പക്ഷേ ആത്മാർത്ഥമായ നാലാമത്തെ നിലവിളിയായിരുന്നു ഇത്. ഒന്ന്, യാക്കോബ് അനുഗ്രഹത്തിനായി യബ്ബോക്ക് കടവിൽ നിലവിളിച്ച നിലവിളി. രണ്ട്, മോശ ഇസ്രായേൽ ജനം ചെയ്ത അപരാധത്തിൻ്റെ പുറക്കണയെന്നുമുള്ള നിലവിളി. മൂന്ന്, ദാവീദ് കഴുകപ്പെടാനുള്ള നിലവിളി. നാല്, ശലോമോൻ തൻ്റെ ജനത്തെ ന്യായപാലനം ചെയ്യാനുള്ള ജ്ഞാനം ലഭിക്കണേ എന്നുള്ള നിലവിളി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ നിലവിളി നടത്തി അവനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ, തിരുവചനം ശ്രദ്ധിച്ചാൽ അങ്ങനെ നിലവിളിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരുടെ എണ്ണം വളരെ വലുതാണ്. അതിൽ ശ്രദ്ധേയമായ ചില നിലവിളികൾ മാത്രം ഇന്ന് പങ്കുവച്ചു. നമ്മുടെ ജീവിതത്തിൽ കർത്തൃസന്നിധി നിലവിളിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവചന പഠനം ഇവിടെ സമാപിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.